റോസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ മട്ടൻ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളക് ആവശ്യത്തിന്, വേപ്പില, ചതച്ചെടുത്ത വെളുത്തുള്ളി, 2 വലിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്, മസാലയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 12 ഏലക്കായ, 1/2 ടീസ്പൂൺ കശുകശ്, 7 കറിയാമ്പൂ, ഒരു ചെറിയ അല്ലി ജാതിപത്രി, ഒരു മീഡിയം പീസ് കറുകപ്പട്ട, കുരുമുളക് ആവശ്യത്തിന്, ബേ ലീവ്സ്. മട്ടൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മട്ടനെ വേവിച്ചെടുക്കാം. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മട്ടൻ ആദ്യം തന്നെ വേവിക്കാം. വേവ് കൂടുതലുള്ള മട്ടനാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് വേവിക്കാം. മട്ടനിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. കാരണം ഈ മട്ടൻ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ ഗ്രേവി മാറ്റി വയ്ക്കും. ഇത് അവസാനം നമ്മൾ കറി കാച്ചുമ്പോൾ നമ്മൾ അവസാനം ഈ ഇതിൻ്റെ ഗ്രേവി നമ്മൾ ഇതിനകത്ത് ചേർക്കും. ഇടയ്ക്ക് നമുക്ക് മട്ടനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആട്ടിറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് ഗ്രേവി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി അങ്ങനെ നമുക്ക് മട്ടൺ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ച വേപ്പില ഈ ഇറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കുറച്ചൊന്ന് വേപ്പില ഏറെ ചേർക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടും.
സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇനി മുളക് പൊടി ചേർക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കൊന്ന് ചെറുതീയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മുളകും മല്ലിയൊന്നും നന്നായിട്ട് മൊരിയും. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഈ മസാല പൊടിച്ചപ്പോൾ ഇതിനകത്ത് കുറച്ച് പെരിഞ്ചീരകമാണ് ഏറ്റവും കൂടുതൽ ചേർത്തേക്കണേ. ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ്. തീ ഓഫ് ചെയ്തിട്ട് ഈ മസാല നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ഈ മസാല നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ചേർക്കാം. മസാലയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇറച്ചി വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഗ്രേവി നമുക്ക് കുറച്ചിട്ട് ഒഴിക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് തക്കാളീനെ വേവിക്കാം. നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഗ്രേവിയും കൂടി ചേർക്കാം. ഈ ഗ്രേവി നന്നായിട്ട് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആട്ടിറച്ചി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ലീവ്സും ചേർക്കാം. ഇത് മസാല പൊടിക്കുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ഗ്രേവിയിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആട്ടിറച്ചി ചേർക്കാം.